ഒരു ഈവനിങ് ഷോപ്പിംഗ് വ്ലോഗാണ്. നമ്മളിപ്പം പോകാൻ പോകുന്നത് പാൻഡയിലോട്ടാണ്. ഇത് ജിദ്ദ അൽ ഫൈസലിയയിലുള്ള പാൻഡയുടെ ഔട്ട്ലെറ്റാണ്. നമ്മുടെ വീടിന് കുറച്ചടുത്താണിത്. ഇവിടെ കൂടുതലും ചിക്കൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻസ് ആട്ടോ കൂടുതലും കിട്ടുന്നത്. അതുപോലെ ഡ്രം സ്റ്റിക്ക് ആയിക്കോട്ടെ, ലെഗ് പീസ് ആയിക്കോട്ടെ, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ മസാല തേച്ചത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഉണ്ട്. ചിക്കൻ്റെ തന്നെ പല പല കമ്പനീസിൻ്റെ ഉണ്ട്. ഇനി കാണിക്കാൻ പോകുന്ന സാൽമൺ മറ്റേ മാരിനേറ്റ് ചെയ്തേക്കുന്ന സംഭവം അത്. പിന്നെ മുട്ട ഇതുപോലൊരു ട്രേ ഒക്കെ വാങ്ങിയാൽ നമുക്ക് ഒരു മാസം നമുക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ ഈ ഒരു ട്രേ കൊണ്ട് അങ്ങ് പൊക്കോളും. മുട്ടയൊക്കെ ചീത്തയാകത്തൊന്നുമില്ല കേട്ടോ, അങ്ങ് ഇരുന്നോളും സെറ്റപ്പായിട്ട്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലാമ്പ്, ഗോട്ട്, പിന്നെ ക്യാമല്, ഡിയർ, റാബിറ്റ്, ഇതിൻ്റെയൊക്കെ മീറ്റാട്ടോ. നമ്മളിതൊന്നും എടുത്തിട്ടില്ല, കാരണം കറക്റ്റ് കുക്ക് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് എടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സെക്ഷനിൽ ഒന്നും വാങ്ങിയിട്ടില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് ഈ സെക്ഷൻ. കാടമുട്ട കണ്ടപ്പോഴത്തേക്കും എനിക്ക് വലിയ റേറ്റ് ഇല്ല കേട്ടോ. പിന്നെ ഇത് ഫുള്ള് ബീഫാണ്. ബീഫ് നമ്മുടെ കേരളത്തിലെ ബീഫല്ല, കാരണം ഇവിടെ നിന്ന് വാങ്ങി എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നാട്ടിലെ ബീഫല്ല, ഇന്ത്യൻ ബീഫൊന്നും വന്ന് വാങ്ങിയത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് വേറെ സ്ഥലങ്ങളാണ്. പിന്നെ കൂടുതലും ലേസിൻ്റെ ഇതേപോലത്തെ ഒരുപാട് ടൈപ്പ് ലേസ് മാത്രമല്ല, വേറെ കമ്പനീസ് ഒരുപാടുണ്ടായിരുന്നു. നമ്മളത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കിറ്റ്കാറ്റ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത അത്രയും ഫ്ലേവേഴ്സിലുള്ള കിറ്റ്കാറ്റ് ഞാൻ ഇന്ന് അവിടെ കണ്ടു. അതായത് ഞാൻ ഇതിന് മുന്നേ പല സ്ഥലത്തും കണ്ടിട്ടില്ലാത്ത ഫ്ലേവേഴ്സൊക്കെ ഞാൻ കണ്ടു. ഞാൻ ന്യൂലി ആഡഡ് ആയിരിക്കാം, ഞാൻ കണ്ടു. പിന്നെ ഈ കാണുന്ന മാവില്ലേ, ഇത് ഫ്ലോറാണ്, ഓൾ പർപ്പസ് ഫ്ലോറാണ്. അടിപൊളി സാധനമാണ്. ദോശയ്ക്കായാലും ചപ്പാത്തി പോലെ സെറ്റ് ചെയ്യാനായാലും അടിപൊളി സാധനം. പിന്നെ ന്യൂട്ടെല്ലയിൽ നിന്ന് നമുക്കൊരു വേറൊരു സാധനം, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹേസൽനട്ട് സ്പ്രെഡ് ആട്ടോ, മസ്റ്റ് ഹാവ് ആട്ടോ. ഇത് ഫുള്ള് ഇവിടുത്തെ എല്ലാം ബർഗേഴ്സ്, അങ്ങനത്തെ പാറ്റീസ്, ഫ്രഞ്ച് ഫ്രൈസ്, അതിൻ്റെ ഏരിയയാണ്. ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ ഉപ്പ്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ ഈ നാട്ടിലേക്കായും കുറച്ചും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നി. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഉപ്പിൻ്റെ ഈ പാക്കേജിങ് ഒക്കെ. പിന്നെ ഇതാണ് പഞ്ചസാര. ഇതും പഞ്ചസാര ഇങ്ങനെ ഒരു വലിയ ബാഗ് എടുത്താൽ അത്യാവശ്യം എല്ലാ ഇതും കഴിഞ്ഞു പോകും. ഇതാണ് പുളിയുടെ പേസ്റ്റ്. എനിക്കൊരു ലൈഫ് സേവറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സാധനമാണത്. കുറച്ച് മതി. ആ കാണുന്ന ഫുള്ള് പേസ്റ്റുകളാണ് നമുക്ക് കറിക്ക് യൂസ് ചെയ്യുന്നത്. ഇതാട്ടോ ഞങ്ങൾ വാങ്ങിയ സാധനം. എനിക്ക് ബില്ലിങ്ങിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഒരു റഷായിരുന്നു. ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതൊരു ചോക്കോ സാൻഡ്വിച്ചാണ്, അടിപൊളി സാധനം കേട്ടോ. ഞാൻ ഇതിൻ്റെ റേറ്റ് കണ്ട്, അതായത് ഓഫറിൽ കിടന്നുകൊണ്ട് എടുത്തതാണ്. ഇവിടെ വന്ന് നമുക്കൊരു ശീലമായിരിക്കുകയാണ് ഈ നാടക്കിൻ്റെ ഡ്രിങ്ക്സ്. പിന്നെ വെളുത്തുള്ളി വാങ്ങി, അതുപോലെ തന്നെ മൗണ്ടൻ ഡ്യൂ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നൂഡിൽസ്, അത് അത്ര നല്ലതല്ലാന്നറിയാം, പക്ഷെ ചിലപ്പോഴൊക്കെ ഇതൊരു ലൈഫ് സേവറാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ. പിന്നെ ഞാനൊരു ബർഗർ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു സെറ്റ് ബണ്ണ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ സവാളയ്ക്ക് ഓഫർ ഉണ്ടുകൊണ്ട് സവാള വാങ്ങി, ആ ഫ്ലോറ് വാങ്ങി. പിന്നെ ഇത് നമ്മുടെ മന്ത്ലി ഉള്ള, ഇതൊരു ജസ്റ്റ് അത്യാവശ്യമുള്ള സാധനം മാത്രം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.